അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വന്നെങ്കിൽ നീ ഇതുവഴി ഒന്ന് തിരിഞ്ഞു നോക്കൂ. എന്താ അണ്ണ ഇവിടെ വന്നിരുന്നപ്പോ അണ്ണന് അമ്മ ഓർമ്മ വന്ന? ഇതാണ് നമ്മളുടെയൊക്കെ കുഴപ്പം. അമ്മ ഉള്ളപ്പോ നമ്മൾ അമ്മയെ ശ്രദ്ധിക്കൂല, സ്നേഹിക്കൂല. പക്ഷെ അമ്മ ഇല്ലെങ്കിൽ നമുക്ക് അമ്മയുടെ വില എന്താന്ന് മനസ്സിലാവും. ഞാനിതെന്താ പറയുന്നത്? ഞാൻ അമ്മയെ സ്നേഹിക്കുന്നില്ലെന്നാണോ സുരഭി പറയുന്നത്? സുരഭി, ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അമ്മയെ മാത്രം. എന്നിട്ടാണോ അണ്ണ അമ്മ ആയി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത്? സുരഭി, ഞാൻ പിന്നെ ആ സാഹചര്യത്തിൽ എന്താ പറയണ്ടേ? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ ഇറങ്ങിപ്പോന്നെ? സുരഭി പറ. അണ്ണ വിഷമിക്കണ്ട, അമ്മ തിരിച്ചു വരും. സുരഭി, ഇനി അഥവാ അമ്മ വന്നില്ലെങ്കിൽ ഞാനുണ്ടാവത്തില്ല സുരഭി. അങ്ങനെ പറയല്ലേ അണ്ണ, അമ്മ തിരിച്ചു വരും. എനിക്ക് ഉറപ്പുള്ള കാര്യം, അമ്മ തിരിച്ചു വരും. അണ്ണ വിഷമിക്കാതിരിക്ക്, അമ്മ വരും. നമ്മിൽ മോഹം നൽകി മോഹം, കണ്ണിൽ പ്രേമം നൽകി പ്രേമം. ഇത് പ്രശോഭല്ലേ? അയ്യോടിയേ, അനിയച്ചാറ കള്ളുകൂടി ഇപ്പൊ ചേട്ടച്ചാരും ഏറ്റെടുത്തു. നല്ല പരുവത്തി കിടക്കുക. പ്രശോഭ പ്രശോഭ ഇച്ചിരി ഓവറായി പോയെന്ന് തോന്നുന്നു. അയ്യോ അയ്യോ, മുറു താരാണ്ട് ഉപദ്രവിച്ചാണല്ലോ. പ്രശോഭ ദൈവങ്ങളെ, അമ്മയ്ക്കൊരു ആവത്തും വരുത്തല്ലേ. അമ്മ തിരിച്ച് ഈ വീട്ടിൽ വരണേ. പറഞ്ഞോ, ഞാൻ വരുന്നതിന് മുമ്പേ വിളക്കെന്തിന് കത്തിച്ചത്? എന്തിന് കത്തിച്ചത്? ഇത് തുള്ളൽ നേർച്ചയാണ്, എന്റെ കൊച്ചമ്മയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിട്ട്. ശിവസ്വാമി ചെയ്യുന്നതാണ്. ഇത് കടുപ്പായതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യൂല. പക്ഷെ എന്റെ കൊച്ചമ്മയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ചെയ്യും. ഇത് ചെയ്താ ഏതാഗ്രഹവും സാധിക്കുന്നതാണ് ശിവസ്വാമി പറഞ്ഞേക്കുന്നത്. നിർത്താദ്യം. നിർത്തൂല. എത്ര പ്രാവശ്യം ചെയ്യാൻ പറഞ്ഞ? 1001 തവണ. അപ്പൊ ഇപ്പൊ എത്രയായി? അയ്യോ, എണ്ണ മറന്നുപോയി. ഒരു കാര്യം ചെയ്യേ, 1001 തവണയല്ലേ, ഒന്നുകൂടെ തുടങ്ങും. അല്ല, അയ്യോ, ഇനി ഒരിക്കലൂടെ തുടങ്ങണമെന്ന് എന്റെ ഊപ്പാട് വരും. മര്യാദയ്ക്ക് ഒന്നുകൂടെ തുടങ്ങണം. ഇനി തെറ്റിക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ മുത്തുണ്ണ കൊല്ലും. കഷ്ടമായിട്ടിപ്പം തുടങ്ങിക്കോ. ശിവസ്വാമി, വേറെ എത്രയും നേർച്ച ഉണ്ടായിരുന്നു, ഓരോന്നുണ്ടായിക്കൊണ്ട് വന്നോളൂ. നേരിട്ട് കാണണ്ട്. വീണ്ടും എന്നെ തുടങ്ങാല്ലേ? എന്താ ദേവി, 1 2 3 4 5 6 7 8
ഇനി എന്നും തെറ്റല്ലേ ദേവി, കാത്തോന്നേ. ഉള്ളതാണോ എന്തോ? എന്റെ മേഖലയെ കൊണ്ടുവരണേ. 6, 8, 9, 10, 11, 12, 13, 14, 14. ദൈവമേ എണ്ണം തെറ്റല്ലേ. സുരഭി, ഞങ്ങളെ ഒന്ന് എയർവോയ്സ് വരെ പോയിട്ട് വരാം. എന്തെങ്കിലും കോൾ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്ര നല്ലതല്ലേ? പിന്നെ എന്നാ ആ കത്തിന്റെ ഉള്ളിൽ ഞാൻ ഒരു അഡ്രസ് എടുത്ത് തന്നില്ലേ, അത് എന്തായി? അത് വായിക്കാൻ പറ്റത്തില്ല സുരഭി. അതുമല്ല, അത് വായിക്കണമെങ്കിൽ വലിയ എക്സ്പേർട്സിൻ്റെ കൊടുക്കേണ്ടി വരും. ഞങ്ങൾ അറിയട്ടെ, കൊണ്ടുവരാ. ആരും ഇല്ല ഇവിടെ. അയ്യോ പ്രശ്നമാണ്. പേടിക്കാനൊന്നുമില്ല. ഇതെന്ത് പറ്റി? എന്തു പറ്റിയത്? ഞാൻ റോഡിൽ കൂടെ വരുമായിരുന്നു. അപ്പൊ കാണാൻ പുള്ളി ബോധം കെട്ട് കിടക്കുന്നു. അയ്യോ, ഞാൻ വിചാരിച്ചു നീ രാവിലെ വല്ല ഒരെണ്ണം അടിച്ച് ബോധമില്ലാതെ കിടത്തിയാണ്. പക്ഷെ അടുത്ത് ചെന്നപ്പോഴാ ആരാണ്ട് പഞ്ഞി കിട്ടതാ. പഞ്ഞി കിട്ടുന്നോ? ആരാണ്ട് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തതാണ്. ചേട്ടാ, എന്താ പറ്റിയത്? ഇതാരാ ചെയ്തേ? എനിക്ക് അറിഞ്ഞൂടാ നീ കൂട്ടാ. അണ്ണ അവരെ മുഖമൊന്നും ഓർമ്മയില്ലേ എന്നാ? ഇല്ല സുരഭി, അവര് 3 പേരുണ്ടായിരുന്നു. മുഖമൊക്കെ എന്തോ ചുറ്റി കെട്ടിയിട്ടൊക്കെ അവർ വന്നേ. ആ, അപ്പം മുഖംമൂടി ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഏതെങ്കിലും ഒരു മുഖംമൂടി അങ്ങ് വലിച്ചു കീറിയാ പോരായിരുന്ന ഒരുത്തൻ്റെ. ചുറ്റിന് നിന്ന് അടിക്കുമ്പോൾ അതൊക്കെ ആരെങ്കിലും നോക്കും മുത്തുവണ്ണ. ആ, അപ്പം വളഞ്ഞിട്ടുള്ള അടിയായിരുന്നു. ഓ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാട് തന്നെ. ഇന്നാളൊരു ദിവസം ഞാൻ പാലോട് പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ ഇതുപോലെ വളഞ്ഞിട്ട് അടിച്ചു. എൻ്റെ പൊന്നോ, കണ്ടു നിൽക്കുന്ന ഒരു നെഞ്ചത്ത് കൈവച്ചു പോയി. അതുമാത്രം അത്ര അടിയായിരുന്നു. ഒന്ന് മിണ്ടായിരുന്നു മുത്തുവണ്ണ. ഒരൊക്കെ ആപത്ത് പറ്റിയിരിക്കുമ്പോ ഇങ്ങനെയാണോ സംസാരിക്കാൻ? അയ്യോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, കളി പറഞ്ഞല്ല. അമ്പു, എന്നെ പാലോട് പ്രോഗ്രാമിന് പോയപ്പോഴേ ഇതുപോലെ കെട്ടിയിട്ട് അടിച്ചത് വളഞ്ഞിട്ടുള്ള അടിയായിരുന്നു. അല്ല മുത്തോട്ട പണിയുണ്ട്. നിങ്ങൾ ഈ ജംഗ്ഷൻ കോറും കിടന്ന് അടികൊള്ളുന്ന പോലല്ലോ. ചെന്നിട്ടേ ഇച്ചിരി വെള്ളം ചൂടാക്കും. തുളസിയിലും വേപ്പലല്ലേ കേട്ടോ. നീര് വീഴ്ചയുണ്ട്. ചൂട് കൊടുത്തില്ല രാവിലെ വീർത്ത് കെട്ടി എൻ്റെ ഇവന്റെ കൂട്ടാവും നീര് വന്ന്. ആ, അയ്യോ, അല്ല, നീര് വറ്റാനുള്ള ഒരു കുഴമ്പ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ അടി കൊള്ളുമ്പോൾ ഞാൻ അതാണ് വരുന്നത്. ഞാൻ അതും വെള്ളവുമായിട്ട് ഞാൻ മുകളിലോട്ട് വരാം. കുഞ്ഞിനെ നിങ്ങൾ തൽക്കാലം മുകളിലോട്ട് കൊണ്ടുപോകും. ഞാൻ സാറിനെ താങ്ങി മേളിൽ കൊണ്ട് കിടത്താം, ദേഹോലയാതെ. ഒരു പുതിയ താങ്ങർ വന്നേക്കുന്നു. അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവരാമെങ്കിൽ മേളിൽ കൊണ്ട് കിടത്താനും എനിക്കറിയാം. സുഹൃത്തെ, നിങ്ങൾ മാത്രം ആ സ്റ്റെപ്പ് കയറിയാൽ പോരാ, രോഗിയും കൂടെ കൊണ്ടുപോകണം. ഡോണ്ട് സ്റ്റെപ്പ് ഇറ്റ്, അല്ല സ്റ്റോപ്പ് ഇറ്റ്. പ്രതിഷേധമില്ല. കുഴപ്പമില്ല. മൂന്ന് വാക്കാ. പോട്ടെ, അങ്ങനെ പോട്ടെ. അല്ല സുരഭി, എൻ്റെ കൈയും കൂടെ ചെന്നില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. പ്രശോ സാർ. സുരഭി, എന്തോ ഇന്നലെ ആരായിരിക്കും ചേട്ടനോട് ഇങ്ങനെ ചെയ്തത്? ഇനി ചിലപ്പോ ആ ഊർമിളയായിരിക്കും അണ്ണാ. ഏയ്, അവനവൻ വഴിയില്ല. അവർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു പണി തരേണ്ട ആവശ്യമില്ല. ഇത് വേറെ ഏതോ കണക്കാണ്. വേറെ ആരാ? മാമനക്ക് മണിമാല. അങ്ങനെ തന്നെ പിച്ചു പിടിക്കുന്നു. പാട്ട് സാറേ, ഇത് പിച്ചോട്ടാക്കുന്ന മുത്തോണ്ടാ പാട്ട്. ഞാൻ ഒരു പ്രൊഫഷണൽ എനിക്ക് പിച്ചോട്ടുണ്ടാവില്ല, നിനക്കായിരിക്കും പിച്ചോട്ടുണ്ടായത്. ആ ഹോയില് കറക്റ്റ് ആയില്ലായിരുന്ന. ഒന്നുകൂടെ സാറേ, ഹോ അടിച്ച് സാറേ. ഒന്ന് പാട്ട് തീർത്തോ? അയ്യോ, തലയിലോട്ട് കയറി, തലയിലോട്ട് കയറിക്കോ. തലയിലോട്ട് നീ വന്നു വന്ന എന്റെ തലയിലാണ് കാരണം. നോക്കട്ടാ. അണ്ണാ, നല്ല ഇച്ചിരി താഴോട്ട് തടകി ഇറക്കണ. മുഴയുണ്ട് താഴെ. അതെ, നിങ്ങൾ എന്ത് കാണിക്കുന്നേ? ആ പാമ്പ് പിടിച്ചോന്റെ ചതവ് നോക്കി നല്ലോണം ഞെവിടി അങ്ങോട്ട് ഇറക്കും. അല്ലാതെ ഇത് പുറത്ത് തല എണ്ണ വെച്ച് ചിങ്കാരിമേളം അല്ല നടത്തണ്ടേ.
നിങ്ങൾ ചെയ്യുവോ? അതെ നിങ്ങൾ ഞാൻ ഒരുപാട് തടവിട്ടുള്ള ഈ വലിയ ചാല അമ്പുജം തടവേണ്ട അത്രയൊന്നും മോൻ തടവിട്ടില്ല. അതുകൊണ്ട് ആ തടവ് ഇങ്ങോട്ടും എടുക്കല്ലേ കേട്ടോ. ഇത് ചെയ്യാൻ പോവാണ്. വേണ്ടി ഒന്ന് ചെയ്യും. വേണം ഞാനൊരു ചെയ്ത്തി ചെയ്യാം. കയറ് കെട്ടിട്ട് അതിൽ പിടിച്ചോണ്ട് ഒന്ന് ചവിട്ടി തീരുമിയാ തീരാവുന്ന കേസേ ഉള്ളൂ. ചാവും ചാവും ഉറപ്പായിട്ട് നിങ്ങൾ ചാവും. നിങ്ങൾ മാറിക്കേ ഞാൻ ബാക്കി ചെയ്തോളാം. അല്ല നിക്ക് വേറെ കാര്യം. അത് പാട്ട് മാറ്റി പിടിക്കാം. പോലെ തുമ്പത്തിരുന്നു ഞാനാടും ചെല്ലപ്പൈങ്കിളി. പൊന്നു മുത്തോണ്ണ ഈ പാട്ടൊന്ന് നിർത്ത്. അയ്യോ കുഞ്ഞെ, അത് മാത്രം പറയരുതേ. കുഞ്ഞിനെ കൊച്ചിലെ ഞാൻ ഈ പാട്ട് പാടിയിട്ടാണ് കുളിപ്പിച്ചിട്ടുള്ളത്. എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം കുഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇപ്പോഴ് എന്റെ പാട്ട് അരോചകം അല്ലേ? കള്ള. നിങ്ങളത് വിഷമിക്കണ്ട. എന്താ അത് പ്രശോഭ് സാറിന്റെ അറിവില്ലാത്ത പ്രായത്തിലല്ലേ? അതെ കുഞ്ഞ്. ഇപ്പം അറിവായി, മനസ്സിലായി നിങ്ങളുടെ പാട്ട് ബോറാണ്. നിർത്ത്. എന്തൊരു സുഖമാ, എന്തൊരു സുഖമാ. ഞാൻ പുറത്താണോ? മതിയെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകാൻ അതിനർത്ഥം. പിന്നെ ഇവിടെ ഇരിക്കണം, ഇറങ്ങി പൊക്കൂടെ? നിങ്ങളുടെ ഇങ്ങനത്തല്ലേ സാർ പറഞ്ഞത്? രണ്ടുപേരടുത്തും കൂടെ പറഞ്ഞു ഒന്ന് പോയി തരൂ, ഞാൻ ബാക്കി തേച്ചോളാം. അല്ല പ്രശോഭ, ധാരാത് ചെയ്തത് നമുക്കൊന്ന് കണ്ടെത്തി അവനൊരു സ്കെച്ച് ചെയ്യണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊക്കെ പോലീസ് നോക്കിക്കോളും. അത് കുഴപ്പമില്ല സാർ. അതായത് പോലീസിന്റെ രീതി അന്വേഷിക്കട്ടെ. എസ് കെയുടെ രീതിയിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. എന്റെ പൊന്നു സുഗതകുമാർ, നീ ഒന്നും മിണ്ടാതിരി. ഞാൻ അതിന്റെ തലവേദന പിറകെ ഓടാൻ എനിക്ക് വയ്ക്കാം. അത് തന്നെ. ഒന്ന് കൈവച്ചൊന്നമർത്തി. അംബുജ, ചെയ്തു എന്ന ഉപകാരം നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഒന്ന് പോയി തരാം. ശരി, അല്ലേ അംബുജ കൂടെ ഞാൻ എന്നടാ എന്തെങ്കിലും കൊണ്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ. എന്നെ വിളിച്ചാൽ മതി. എണ്ണ ഇട്ടാ മതി, അല്ല എന്നെ വിളിച്ചാൽ മതി എന്ന്. വിളിച്ചത് സാർ, ഞാൻ വിളിക്കണം. ആണോ എന്താ വലിഞ്ഞേറിയവരെ? എനിക്കും അതാ എന്നോട് ചോദിക്കാം. വല്ലാത്ത ഇടി തന്നെ പ്രശോഭ് സാറിന് ഇടിച്ചത്. ആരായാലും ഇടി നല്ല മാസ് ഇടിയാ. അടിക്കാൻ അറിയാത്തവന് തന്നെ അടിച്ചേക്കുന്നത്. അതാ പുറത്തൊരു ശകലം പോലും ചോര വരാതെ ഉള്ളു പുള്ളു ചതച്ചത്. ഞാൻ വരുമ്പോ റോഡിൽ ബോധം കെട്ട് കിടക്കുമായിരുന്നു. അടിക്കുന്ന ആരെയൊന്നും കണ്ടൊന്നുമില്ലേ? ഞാൻ ആരെയും കണ്ടില്ല. ഞാൻ വരുമ്പോ പുള്ളി റോഡിൽ കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഈ പ്രതീക്ഷന്റെ വിട്ട് പുള്ളി വല്ലപ്പോഴും ഔൺസടി ഉടങ്ങി കാണുന്നു. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴല്ലേ മുഖത്തൊക്കെ നീര് വന്ന് വീങ്ങിയിരിക്കുന്നുണ്ട്. നീര് നല്ല കണക്കുണ്ട്. അത് ഞാൻ തൈലോട്ട് തടവിയപ്പോ കണ്ട്. ഊത്തുമഴ മുതുവത്ത് 3 നല്ല രീതി കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പ്രദേശിന് വരേണ്ട വള്ളിക്കെട്ട് വല്ല ആള് മാറി ഈ പ്രദേശോപരി വന്നതായിരിക്കും. അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല. അപ്പൊ എന്നെ 2 ദിവസം കൊണ്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും തെറി വിളിക്കുന്നതും കയ്യിലിരിപ്പുണ്ട്. പലയിടത്തുനിന്നും ഭീഷണി വരാൻ സാധ്യതയുണ്ട്. പറഞ്ഞ ഇതെന്തോ കണക്ഷൻ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ഫോണിലല്ല, എന്നെ 2-3 ദിവസം കൊണ്ട് ഓരോരുത്തന്മാർ ഫോണിൽ വിളിച്ചിട്ട് അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് ചോദിച്ചത്. നിങ്ങളാണോ വിളിക്കുന്നത്? നിങ്ങളല്ലല്ലേ? പക്ഷെ എന്നാലും വല്ലാത്തൊരവസ്ഥ തന്നെ. ആ വീട്ടിലൊന്നാതെ മേടമില്ല. അമ്മ പോയപ്പോഴത്തേനും ആ വീട്ടിലെ കാര്യം തന്നെ ആകെ താറുമാറായി. ആ വീട്ടിലെ ഒരു വിളക്കണഞ്ഞ പോലെ മൊത്തത്തിൽ ഒരു എന്താ ശ്മശാന മൂകത. സുഹാസിനി മേഡത്തിനും കുടുംബത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റും. ചെയ്യണം. ഒന്നുമില്ല, കുറെ തവണ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറും കറിയും മേടിച്ച് കഴിച്ചിട്ടുള്ളേ. എത്ര ദിവസം നമുക്ക് അല്ല എനിക്ക് ശമ്പളം തന്നേക്കുന്നു. എനിക്കും. ഇപ്പം എന്തോ ചെയ്യുന്നത്? ചെയ്യാനൊന്നുമില്ല. പ്രശോഭനെ പഞ്ഞിക്കിട്ട് ആരാന്നറിയണം. അതിന്റെ സൈഡിൽ കൂടെ അമ്മ എവിടെ നിന്ന് കണ്ടുപിടിക്കണം. അതിനൊരു വഴിയുണ്ട്. എന്ത്? തുമ്പോല പ്രദേശത്ത് പണ്ടത്തെ പോലെ ഒന്നിക്കണം. അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ പ്രസവ കുഞ്ഞിനെ പഞ്ഞിക്കിട്ടവനെ അമ്മയെ പുഷ്പം പോലെ കണ്ടുപിടിക്കണം. സെറ്റ്. നിങ്ങൾ ഞാനോട്ട് ഉടക്കല്ലേ ആണ്. പിന്നെ ഇതിനിടിക്കാൻ പറഞ്ഞത്? അതാ ആ അമ്മയ്ക്ക് ആ കുടുംബത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒന്നിക്കാന്നുള്ള ഒരു സ്നേഹവായ്പിന്റെ ഉറപ്പ് കൈ തന്നതാ. അത് എനിക്കറിയാം, ഞാൻ കണ്ടുപിടിക്കും. ശരി, നീ കണ്ടുപിടിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പ്രശോഭ് സാറിനെ ആരടിച്ചെന്ന് പറഞ്ഞാൽ അവനെ ഞാൻ തിരിച്ചടിച്ചിരിക്കും. നീ ആദ്യമേ നിനക്ക് വന്ന ഭീഷണി എവിടുന്നാന്ന് കണ്ടുപിടിച്ച് അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കും. എന്നിട്ട് അത് കണ്ടുപിടിക്കാതെ നീ വെല്ലു വിളിച്ചോ അമ്പുജനത് കണ്ടുപിടിക്കും. ഈ എസ്കേ കണ്ടുപിടിച്ചിരിക്കും. ആണല്ലോ. അപ്പൊ വീണ്ടും നമ്മൾ പിരിയുന്നു. ഇനി ഇടിക്കത്തില്ല. ഭംഗി വേണ്ട. കടൽ കാറ്റിൻ നെഞ്ചിൽ. നീ എന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? അല്ല, എനിക്ക് അന്ന് പിരിഞ്ഞപ്പോഴും ഈ ബീജിയം മനസ്സിൽ വന്നായിരുന്നു. അങ്ങനെ എന്റെ മനസ്സിലൊരു ബീജം വരുന്നുണ്ട്. എന്താ?
വിട പറയുകയാണോ വിധിയുടെ വെൺപ്രാവു. നമുക്ക് അമ്മ എന്റെ കയ്യിൽ നിന്ന് വിടമ്മ. കയ്യിന്ന് വിടത്തില്ല. കയ്യിന്ന് വിട്ട് കഴിഞ്ഞാൽ നിന്നെ പിന്നെ എനിക്ക് കിട്ടത്തില്ല. എടാ 2 മാസമായി നീ എനിക്ക് ചെലവിന് വന്നിട്ട് അറിയാവോ? റേഷൻ കടയിൽ പോയി അരി മേടിച്ചിട്ട് നിന്നെ ഞാൻ വിടത്തുള്ളൂ. ചെലവിനൊക്കെ തരാം അമ്മ. ഈ കൈ പിടിച്ചോ നാട്ടുകാരുടെ നാളെക്കാണ് പട്ടിയെ കൊലിക്കുന്നത്. അതിൽ ഒരു നാണക്കേടും ഇല്ല, ഒരു നാണക്കേടും ഇല്ല. പണ്ട് നിന്നെ ഇതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോയി. പണ്ടല്ലേ ഞാൻ ഇപ്പൊ വലുതായില്ലേ അമ്മച്ചി? അയ്യോ നീ വലുതായാലും എത്ര വലുതായാലും നീ എനിക്ക് കുഞ്ഞു തന്നെ. വാടാ ഇങ്ങോട്ട്. ഫോൺ അടിക്കുന്നു എടുത്തോട്ടെ. ഫോൺ എടുക്കണ്ട. ആ കുഞ്ഞുമോളായിരിക്കും, നീ ഫോൺ എടുക്കണ്ട. അന്നമ്മ എടുത്ത അമ്മയുടെ ഭാവി മരുമോളല്ലേ അമ്മ കുഞ്ഞുമോള്? മക്കളെ അങ്ങനൊക്കെ തന്നെടാ അമ്മയും വിചാരിച്ചിരുന്നേ. പക്ഷെ അങ്ങനല്ല കാര്യങ്ങളുടെ കിടപ്പ് കേട്ടോ. എങ്ങനെ അവരുടെ വീട്ടുകാർക്ക് നിന്നെ അവളെ കൊണ്ട് കെട്ടിക്കുന്നതിൽ വലിയ ഇൻസൾട്ട് ഒന്നും ഇല്ലടാ. ഇൻസൾട്ട് എന്ന് വെച്ചാ നിനക്കെന്താ ഇംഗ്ലീഷ് അറിയത്തില്ലേ? എടാ ഇൻസൾട്ട് എന്ന് വെച്ചാൽ താല്പര്യം. അവർക്ക് വലിയ താല്പര്യം ഇല്ലെന്ന് നിന്നെ കൊണ്ട് കെട്ടിക്കാൻ. ഇൻട്രസ്റ്റ്. പക്ഷെ അത് കുഞ്ഞുമോൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കുഞ്ഞുമോള് പറയത്തില്ല. എന്താണെന്നറിയോ? അവക്ക് ഈ കറങ്ങി നടക്കാനും വായി നോക്കാനും ഒരു ചെറുക്കം വേണം. അതിന് നീ അവക്ക് ആപ്റ്റാ. അതുകൊണ്ട് അവൾ അങ്ങനെ പറയത്തില്ല. എന്റെ പൊന്നമ്മ അമ്മ അത് ചുമ്മാ അമ്മ ആരെങ്കിലും ചുമ്മാ അമ്മ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അവിടെ വല്യമ്മ എന്നാ പറഞ്ഞത്. അവരുടെ അത്ര എന്തോ സാധനം നമുക്കില്ലാന്ന് പറഞ്ഞു. എന്ത് സാധനം? അവരുടെ എന്തോ അവർക്ക് എവിടെ മോനെ ആൾക്കാർക്ക് പൈസയൊക്കെ ആകുമ്പോ വലിയ തലക്കനമൊക്കെ വരുമ്പോ എന്തോ ഒരു സാധനം വരുമല്ലോ മോനെ. തലപ്പൊക്കം. തലപ്പൊക്കം അല്ലടാ, ഈ നമ്മളെക്കാളും പൈസ ഉള്ള ആൾക്കാർക്ക് വലിയ എന്തോ ഉണ്ടല്ലോടാ. അതിന്റെ ഇംഗ്ലീഷ് എന്തോ എന്റെ നാവിന്റെ തുമ്പിലിരിക്കുന്നു കേട്ടോ. സ്റ്റാറ്റസ് അല്ലേ? അതിന്റെ സ്റ്റാറ്റസ്. ആ കൈ കൊണ്ടുവാ. സ്റ്റാറ്റസ്. അതില്ലെന്ന്, നമുക്കതില്ലെന്ന് അവർ വല്യമ്മ തന്നെ പറഞ്ഞു. അതുകൊണ്ട് കെട്ടിച്ചേരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്നും എന്നാ പിന്നെ അവളെ വിളിച്ച് ചോദിക്കണം. ഫോൺ അടിക്കും. വേണ്ട കുഞ്ഞുമോളാണ്. കുഞ്ഞുമോളൊന്നും അല്ലമ്മ, ഒന്ന് ചുമ്മാ ഇരിക്കുമ്പോ പ്രതീക്ഷ അമ്മ ആണോ? എന്നാ എടുക്ക്. പ്രതീക്ഷ ആണെങ്കിൽ എടുക്കും. ഹലോ. ഞാൻ അമ്മച്ചിയോട് റേഷൻ കടയിൽ പോകാ. പ്രശ്നമായിട്ടോ? ഞാൻ കൊണ്ടുവരാം. ശരി. എന്തെങ്കിലും ഉടായ്പായിരിക്കും. എന്തെങ്കിലും ഉടായ്പായിരിക്കും. മുങ്ങാനുള്ള പരിപാടിയെ വിടത്തില്ല. അമ്മ ഉടായ്പല്ലമ്മ. അമ്മ ഈ ആന്റി പോകുന്ന നേരത്തേക്ക് പ്രശോഭേട്ടനിൽ 2000 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് തരാൻ വേണ്ടിട്ട്. 2000 അമ്മ. ശരിക്കും? അയ്യോ 500ന്റെ 4 നോട്ട് കണ്ടി കൈ മറക്കുന്നടാ. എന്നാ പിന്നെ അമ്മച്ചി ഒരു കാര്യം റേഷൻ കടയില്ലേ? റേഷൻ കടയിൽ പോകുന്നില്ല മക്കളെ. ഇനിയിപ്പോ സൂപ്പർ മാർക്കറ്റ് പൈസ ഉണ്ടല്ലോ. സൂപ്പർ മാർക്കറ്റ് പറഞ്ഞ അത് തന്നെ പുറത്ത് നിന്നാ മതി. ഞാൻ സെക്യൂരിറ്റിയോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാം. വർത്താനം മാത്രം പറഞ്ഞാൽ പൈസ ഒന്നും ചോദിക്കണ്ട. ഞാൻ വരാം. വന്നിട്ട് അത് തരാം കേട്ടോ. പട്ടി മിണ്ടാടാ. പട്ടി നിന്നോടല്ല. വല്ലാത്ത കഷ്ടകാലം തന്നെ കേട്ടോ. ഇതാണ് ചുക്ക് കാപ്പി. ഒട്ടും വയ്യെങ്കി ആശുപത്രി പോവാണ്. വേണ്ട മോളെ, ഇതൊന്ന് ഉറങ്ങി എണീക്കുമ്പോ ശരിയാവും. കുഞ്ഞെ ഇത് കളിയല്ല. ഈ വേദന പെട്ടെന്ന് മാറില്ല. ഒരു 2 ആഴ്ചയെങ്കിലും കുറഞ്ഞു കിടക്കും. നമുക്ക് വൈദ്യരെ വിളിച്ച് തടവിച്ചാലോ? കുഴപ്പമില്ല അണ്ണാ, ഇപ്പം കുഴപ്പമില്ല. എന്നാൽ ഇത് ആരായിരിക്കും ചെയ്യിപ്പിച്ചത്? ആരായിരിക്കും? കുഞ്ഞിൻ്റെ അടുത്ത് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരായിരിക്കും. ദുഷ്ടന്മാര്. ചേട്ടാ പോലീസ് സ്റ്റേഷൻ നോക്കോളൂ. ഹലോ. അതെ സാർ. സാർ എനിക്ക് സ്റ്റേഷൻ വരെ വരാൻ ചെറിയ വയ്യായികയുണ്ട്. അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഓക്കെ, ഞാൻ നാളെ തന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തേക്കാം. ഓക്കെ സാർ. താങ്ക് യു വെരി മച്ച്. എന്താണ് പറഞ്ഞേ? അവർക്ക് റിട്ടേൺ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഏരിയയിൽ CCTV ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ചേട്ടാ സംഭവം നടന്ന സ്ഥലത്തെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സാക്ഷികൾ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചത്. എടാ എനിക്ക് ആരെയും ശ്രദ്ധിക്കാൻ പോലും പറ്റിയില്ല. പ്രതീക്ഷ വന്ന് നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? എത്ര വട്ടം നിന്റെ ഫോണിൽ വിളിച്ചെന്ന് അറിയാം എനിക്ക്. അതിന് വരുന്ന വഴി കുറച്ച് വള്ളി ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നം? എന്തോന്ന് പ്രശ്നമാണോ? കുഞ്ഞിനെ കുറെ ആൾക്കാർ ചേർന്ന് അടിച്ചു. ഏതേരി വെച്ചിട്ട്? തിരുമല. എന്നാ പിന്നെ അത് ഏതാമരെന്ന് അറിയണം. നീ വളരെ പ്രതീക്ഷ. എടാ നിങ്ങളിത് എങ്ങോട്ട് പോവാ? അതൊക്കെ പോലീസ് നോക്കിക്കോളൂ. പോലീസ് ഈ കേസ് അന്വേഷിച്ച് എപ്പോ കണ്ടുപിടിച്ച് വരാനായിട്ടാ? അതിനുള്ളിൽ അവന്മാർ സ്ഥലം വിടും. എടാ എന്താണെങ്കിലും നമ്മളായിട്ട് ഇനി ഒന്നിനും പോകണ്ട. അറിയാല്ല, ഇവിടെ എന്തെങ്കിലും പറ്റിയ സമാധാനിപ്പിക്കാൻ അമ്മ പോലും ഇല്ല. ഇനി അല്ല എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീക്കൊന്ന് അമ്മയെ കണ്ടുപിടിച്ചതാ. അണ്ണ എന്തിനാ കരയുന്നത്? അണ്ണല്ലേ നമുക്ക് ധൈര്യം തരേണ്ടത്. എന്റെ കൊച്ചമ്മ എവിടെ പോയാലും തിരിച്ചു വരും. കരയല്ലേ? ആരും കരയണ്ട.
ഹലോ. എന്താ സാറേ, കിട്ടിയ സമ്മാനം എങ്ങനെയുണ്ട്? എന്താ സാറേ മിണ്ടാത്ത? കിട്ടിയത് കൂടിപ്പോയോ? ആരാ നീ? ഞാൻ ആരാന്നറിയാൻ ഇങ്ങനെ പ്രളം കാണിക്കില്ലേ? എല്ലാ കണക്ക് സമാസമമായിട്ട് നമുക്ക് നേർക്ക് കാണാം. എന്തോന്ന് കണക്ക്? തിരിച്ചുവിളിച്ചേ. എന്ത് പ്രശ്നമാടാ നീ ഉണ്ടാക്കി വെച്ചത്?